സ്ക്രീൻഷോട്ട് എടുത്തിട്ടും മറ്റു വേറെ ഫോണിൽ എടുത്തിട്ടും അവർ ഒരു കണ്ടന്റ് ആക്കിയിട്ട് പലരും രേണുവിൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഡയറക്ടർ ലച്ചു ആണല്ലോ. ഈ ലച്ചു തന്നെയാണ് ഈ പറയുന്ന രേണു സുധിക്ക് കുട്ടനാടൻ കായലിലെ ആ ഒരു വിഷയം വന്നായിരുന്നല്ലോ. അപ്പം ഈ ലച്ചു അതിനെക്കുറിച്ച് കുറേ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത് കേട്ടപ്പം എന്തോ ദേഷ്യം പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് മിനിറ്റ് വീഡിയോ ഉണ്ട്, കാണാൻ താല്പര്യമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി. രേണുവിൻ്റെ കോണ്ടന്റ് അങ്ങനെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്തായാലും ഒരാഴ്ചയും കൂടെ ഞാൻ ഈ ഒരു കോണ്ടന്റ് എടുക്കും എന്നുള്ള രീതി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഗൈസ് 13 ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് കുടിച്ച് അങ്ങനെ നമ്മുടെ മുഖത്തെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇന്ന് പോയി മുടിയെല്ലാം ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് എൻ്റെ പൊന്നെ ഒരു സമാധാനമായിരുന്നു ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം വരും, ആ ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്തേക്കുക. ഇത് ഫേസ്ബുക്കിൽ കാണുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, ഒന്ന് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് 60,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. പിന്നെ രേണുവിനെ വിറ്റ് നീ കുറേ ഉണ്ടാക്കുന്നെന്ന് പറയുന്നവർ രേണു കണ്ടന്റ് മാത്രമല്ല ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വന്നിട്ട് ആരും വന്ന് കമന്റ് ഉണ്ട്. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് നിനക്ക് ജോലിയുണ്ടോ, നിനക്ക് അരി മേടിക്കാൻ വകയില്ലാത്തവനാണോ, ഇവളെ വിറ്റ് നീ കുറേ ഉണ്ടാക്കിയില്ല, ജോലിയും കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പം വിചാരിച്ച് എനിക്ക് തിരിച്ച് കപ്പലിലോട്ട് കയറാൻ പറ്റും. പക്ഷെ ഒരു 1.5 വർഷം കൂടെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഞാൻ ഇവിടെ നാട്ടിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകും. ഓക്കെ, ഇനി നമുക്ക് ആ കപ്പലിൽ വെച്ചായിരിക്കാം കാര്യങ്ങളൊക്കെ. എന്തായാലും എനിക്കൊന്ന് പോകണമെന്നൊരാഗ്രഹമുണ്ട് കപ്പലിൽ. തിരിച്ചവിടൊക്കെ ഒന്ന് ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അത് പിന്നെ എന്തായാലും ചേച്ചിയുടെ വോട്ടിംഗ് ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. മെയില് ഫീമെയില് ഈ നോട്ട് കൂത്താൻ പോയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു മെയിനായിട്ട്. ഞാൻ ചെന്ന സമയത്ത് പെട്ടെന്ന് നോട്ട് കൂത്താനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവിടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. ആ കോൺസ്റ്റബിളിനെ അമ്മ വിളിച്ച് കാണിച്ച് കൊടുത്തതാണ് എൻ്റെ മോൻ എന്നൊക്കെ പറയുന്നത്. വീട്ടിൽ വന്നപ്പോൾ ഒരു സ്റ്റോറി പുള്ളിക്കാരി പറയുന്നത്, ഒരു ചെറുക്കനെ കിടന്ന് അങ്ങ് ഊഞ്ഞാലെ ആടുമായിരുന്നു. ഞാൻ കുറേ അങ്ങ് വഴക്ക് പറഞ്ഞു. പോലീസുകാരനത് പുള്ളി അറിയുന്നില്ല, കാരണം ഇലക്ഷനൊക്കെ വരുന്നത് കോളേജിലെ പിള്ളേരോ ഒക്കെയാണെന്നാണ് പുള്ളി വിചാരിച്ചത്. അമ്മ കുറേ വഴക്ക് പറഞ്ഞു പോലീസിന് 2-3 വട്ടം. അത് കഴിഞ്ഞ് ഞാൻ അറിയുന്നത് പോലീസുകാരനാണെന്നുള്ള രീതിയില്ല. പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പുള്ളി ഇന്ന് അതൊക്കെ ഇരുന്ന് പറയായിരുന്നു. രേണു വന്നാൽ പുള്ളിയോട് ചോദിച്ചപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ആൾക്കാർക്ക് മുഷിപ്പുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി നമുക്ക് ലാഗ് അടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാം. അങ്ങനെ കരീഷ്മ വോട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സംസാരത്തിലേക്ക് തുടങ്ങാം. LDF സർക്കാർ പിടിച്ചെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തങ്കച്ചൻ നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ആ പ്രൗഢിയും ആ സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ ആണെങ്കിൽ പോലും പുള്ളി ഒരു സഖാവ് കയറി വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സഖാവിന്റെ മോളല്ലേ, അപ്പോൾ പിന്നെ കാണിക്കാതിരിക്കുമോ. പിന്നെ ഇപ്പോഴത്തെ ഭരണത്തിനോട് പറയുവാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പാർട്ടിയോട് ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതായിരിക്കാം. ഞാൻ എൻ്റെ തീരുമാനം എവിടെ ഞാൻ തുറന്നു പറയുന്നൊരു വ്യക്തിയാണ്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ഒരു പൗരയല്ലേ ഞാൻ വോട്ട് ചെയ്തു. അഭിമാനത്തോടു കൂടി പറയുന്ന വോട്ട് ചെയ്തു. ഞാൻ എന്റെ പാർട്ടി ജയിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ചുവപ്പ് അഭിവാദ്യങ്ങൾ. എന്തായാലും അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇനി കിച്ചുവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. തീർത്താത്തയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കാം. ഇത്രയും വിമർശനങ്ങൾ വരുമ്പോൾ പോലും ചേച്ചിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തും പലരും ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു 2 ദിവസം മുന്നേ വീഡിയോ കോൾ ചെയ്ത് അമ്മ എന്നോട് സംസാരിച്ച ആളുമായിട്ട് ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു എനിക്കറിയില്ല. ഒരു പ്രശ്നമില്ല. ഇതൊക്കെ എന്റെ പഴയ നാടായിട്ടോ. പിന്നെ ഇത് എന്റെ മോളായിരുന്നോ? എനിക്ക് കണ്ടപ്പോ മനസ്സിലായിരുന്നേ. പിന്നെ ആലോചിച്ച് എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടത്. എന്തൊക്കെയാണ് ഈ പറയുന്നത്. ആ സമയത്ത് പോലും
ഇത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടും അല്ലാതെ മെസ്സേജ് അയച്ചിട്ടും. ഒരുപാട് നല്ല ആളുകളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി ഫാമിലി, പിന്നെ എടുത്ത് പറയാം കരിഷ്മൻ്റെ മാനേജർ, ശ്രീലക്ഷ്മി, ജാസി, ഈ ലച്ചു, നമ്മുടെ ആർജ ലച്ചു, അതുപോലെ സജിന ചേച്ചി, ശ്രീതു, അതുപോലെ പേര് പറയാൻ എനിക്ക് തോന്നുന്നത്. ഓ എൻ്റെ പൊന്നോ, എനിക്ക് ഇപ്പോഴും എനിക്ക് ചിരി വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സജനയും ഈ പറയുന്ന ശ്രീധുനെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് ഇപ്പോഴും ചിരി വരുന്നൊരു കാര്യം. കാരണം ഈ അടുത്ത സമയത്ത് സജനയുടെ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ പോലെ നമ്മുടെ രേണുവിൻ്റെ ഒരു കാര്യം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറയുന്ന രേണു ശ്രീധുവിനെ പറഞ്ഞ് പറച്ചിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ശ്രീധുവിനെ പറഞ്ഞ് പറച്ചിൽ ഈ പറയുന്ന സജനയും ശ്രീധു ഇവർക്കെതിരെ സപ്പോർട്ടായിട്ട് വലിയതായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതെ വന്ന സമയത്താണ് ഈ പറയുന്ന രേണു സുധി എന്നെ സ്വന്തമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ നോക്കിയാൽ മതി, അവർ ഇൻസ്റ്റയിൽ നോക്കിയാൽ എപ്പോൾ വേണമെങ്കിലും അവരിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു, എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഇവിടെ ആരും സപ്പോർട്ടില്ല, അവർ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു ഇതായിരുന്നു. പിന്നെ അവർ വീണ്ടും കിച്ചുവിൻ്റെ ചില കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവരുള്ള സമയത്ത് കുറേ കാര്യങ്ങൾ വന്ന് അവർ സോഷ്യൽ മീഡിയ അവതരിപ്പിച്ചു, അവർ A-to-Z കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ചേച്ചി വന്നിട്ട് ശ്രീധുവിൻ്റെയും സജനയുടെ പേര് പറയുമ്പോൾ ഉളുപ്പില്ലെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ രണ്ട് വ്യക്തിയുടെ പേര് പറയാതെ ഈ പറയുന്ന ജാസി, മറ്റേത് മറിച്ചത്, കുറേ ഊള ടീംസുകളുണ്ട്, അവരെ പറയുന്നുണ്ട്. ഈ ഫോളോവേഴ്സും ആൾക്കാരുടെ സപ്പോർട്ടും നോക്കിയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. പക്ഷേ ഇവർക്ക് വേണ്ടി കൂടുതലും സംസാരിച്ചിട്ടുള്ള ഈ രണ്ട് വ്യക്തികളാണ്. ഇവരാണിപ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടിരിക്കുന്നത് ഈ രണ്ടാൾക്കാരാണ്. പിന്നെ സംസാര രീതി, എൻ്റെ പൊന്നോ, ഒരു പിണ്ണാക്ക് പോലും മനസ്സിലാക്കാത്ത ഒരു സാധനം, പിണ്ണാക്ക് പോലും എന്താണ് അരി മണിന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ ഇപ്പം ഇച്ചിരി മെച്ചമുണ്ടെന്ന് തോന്നുന്നു, അത് അങ്ങനെ രണ്ടെണ്ണം. ഇത് ഒരുപാട് വ്ളോഗേഴ്സ്, നല്ല നല്ല വ്ളോഗേഴ്സ്, സെലിബ്രിറ്റി, സ്വീറ്റി മമ്മി, എന്താ പറയുക, ട്രാൻസ്ജെൻഡേഴ്സിൽ മിക്കവരും എൻ്റെ ഫ്രണ്ട്സാണ്. അവരൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഒന്നല്ല, അവർ തോന്നുന്നുണ്ട്. അതാ ഞാൻ ആത്മാർത്ഥമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈ ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാര് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു ദുബായിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഒരു ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്, തിരിച്ചു വരുമ്പോൾ 3-5 ബാഗുകളായിട്ട് തിരിച്ചു വരുന്നു. അത് കസ്റ്റംസ് ആണെങ്കിൽ അത് ഏറ്റവും വലിയൊരു വിവരക്കേടാണ് അവർ വിളിച്ചു പറഞ്ഞത്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എയർപോർട്ടിൽ ആ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരെ വെറും ഉണ്ണാക്കന്മാരാക്കുന്ന രീതിയിലുള്ള സംസാരം. അത് വായി തോന്നി എന്ത് തോന്നിയ വിളിച്ച് പറയാമെന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവനെനിക്ക് പണ്ടേ കണ്ടെടുത്താൽ കണ്ടുകൂടാം, അത് വേറെ കാര്യം. അവരെ കണ്ടുകൂടാം, ഇവരെ കണ്ടുകൂടാം, എല്ലാം കണക്ക് ടീംസുകളൊക്കെ തന്നെ. പിന്നെ അവർക്ക് കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ വന്നിട്ട് എന്നെ വന്നിട്ട് മെഴുകുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് മെഴുകിയാലും ഒരു വിഷയമല്ല. ഓക്കെ, നീ ചേച്ചി പറ. ഓക്കെ, അതുപോലെ ശരിക്കും ചേച്ചിയും കിച്ചും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എൻ്റെ പൊന്നെ, 24-ാം തീയതി വരെ ഞാൻ സംസാരിച്ച്, ഞങ്ങൾ എന്താ പറയുക, വീഡിയോ കോൾ ചെയ്ത് അവിടെയുള്ള ആ ജോലി സ്റ്റാഫുകൾ, അതായത് സെക്രട്ടറി ഭാഗത്തോട്ട് സ്റ്റാഫുകൾ വരെ അവരെ ഹായ് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്തൊരു പ്രശ്നമില്ലല്ലോ, സന്തോഷമല്ലേ, എന്താ ഈ ആൾക്കാരൊക്കെ പറയുന്നത് പറഞ്ഞിട്ടാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം. ഓക്കെ, ഇതിനിടയിലാണ് എപ്പോഴും പലരും വളച്ചൊടിച്ച് പറയുന്നുണ്ട്, രേണു ഈ ഒരു ബ്ലൂട്ടിക്ക് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടി മാത്രമാണ് ഈ സുധിച്ചേട്ടന്റെ പേര് വലിച്ചു വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കിട്ടിയപ്പോൾ അവള് പേര് മാറ്റി എന്നുള്ള രീതിയിൽ ആ ഒരു പറഞ്ഞത് വളരെ തികച്ചും തെറ്റായിട്ടുള്ളൊരു ആരോപണമാണ്. കാരണം എൻ്റെ ID കാർഡിലെ നെയിം ഞാൻ കാണിച്ചത്, നമ്പർ രേഷ്മ പി തങ്കച്ചൻ. ഈ ID കാർഡിലെ ഫോട്ടോ കണ്ട മറ്റേ ഭർത്താവിനെ തലക്കടിച്ചു വന്ന യുവതി അറസ്റ്റ് എന്ന് പറയുന്ന ഷേപ്പാണ്. ആദം എന്തുവാടി ആസാം യുവതി അറസ്റ്റിൽ. നിക്ക്, ഈ ഒരു കാര്യം ശരിയാട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി. ഈ നമ്മുടെ ആധാറിൻ്റെയും പാൻ കാർഡിൻ്റെയും പേര്, ആധാറിൻ്റെയും പാൻ കാർഡിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ വേണം ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിലും ഈ പറയുന്ന മെറ്റയുടെ കാര്യത്തിലൊക്കെ. ശരിയാണ്, അത് കറക്റ്റ് കാര്യമാണ്. നമ്മളത് എൻ്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞില്ലായിരുന്നു, ഞാനത് പിന്നീട് ആലോചിച്ചു. കാരണം എൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഇന്ന പോലെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ ID പ്രൂഫിൽ എന്ത് കിടക്കുന്നുണ്ടോ അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ചില അക്കൗണ്ടുകൾക്ക് കിട്ടത്തുള്ളൂ ഈ പറയുന്ന ബ്ലൂടിക്കും കാര്യങ്ങളൊക്കെ. അത് കറക്റ്റ് കാര്യം കേട്ടോ, അത് നമ്മൾ വളച്ചൊടിക്കുന്നില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പുള്ളിക്കാരി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവൾ സബ്സ്ക്രൈബ് കാണിക്കുന്നത് തോന്നിവാസം. പറഞ്ഞു മനസ്സിലായോ? കാരണം ആ ഒരു മനുഷ്യനെ വിട്ട് ഞാൻ ജീവിക്കത്തില്ലെന്നും പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് എന്തും കാണിക്കാമെന്ന് പറയുന്നത്, ഇതിന് ഞങ്ങളുടെ നാട്ടിൽ വേറെ ഒരു പേരുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല.
എന്ന് പറയുന്നൊരു ഷേപ്പുള്ള ഫോട്ടോയാണ്. അതിന് ഫോട്ടോ മൂടി വെക്കാം. രേഷ്മ പി തങ്കച്ചൻ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 8/7/91. ഞാൻ 91 ജനിച്ച ആളാണ്. എനിക്ക് 45, 40, 39, 38, 37 വയസ്സില്ല. 34 വയസ്സ് കഴിഞ്ഞ് 35 വയസ്സ് ആകുന്നു. ഈ സെപ്റ്റംബർ 7 ആകുമ്പോൾ എനിക്ക് 35 വയസ്സിലോട്ട് കയറത്തുള്ളൂ. ഓക്കെ. അപ്പം ഈ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള എൻ്റെ ആധാർ കാർഡിലെ പേരാണ്. ആ ഒരു പേര് കൊടുത്താൽ മാത്രമേ നമുക്ക് ബ്ലൂ ടിക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ സുധിച്ചേട്ടനെ എടുത്ത് ദൂരെ എടുത്ത് പള്ളേരെടുത്ത് കളഞ്ഞതല്ല ഞാൻ. ഓക്കെ. സുധിച്ചേട്ടനെ കളഞ്ഞതല്ല ഞാൻ. ഈ ബ്ലൂ ടിക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. സുധിച്ചേട്ടനെ കളയേണ്ട സമയത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. സുന, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ആ ഒരു മനുഷ്യന്റെ പേര് വെച്ചിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഹൈ ലെവല് വലിയൊരു കലാകാരൻ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ മനുഷ്യന് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിനകത്ത് കാണിക്കുന്ന ഓരോ രീതികളും ഓരോ ഫോട്ടോസുകളും എന്തോ ആയിക്കോട്ടെ. അപ്പം അതൊരു ഏറ്റവും വലിയൊരു നെഗറ്റീവാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പോയിരുന്ന ടൈമില് ഈ കേരളത്തിൽ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഉണ്ടായത് കിച്ചുവിന്റെ ഒരു വീഡിയോ മൂലമാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലേക്ക് വന്നത്. ഇതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ആ ചേച്ചി ആൻസർ പറഞ്ഞിട്ട് അതിലും ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിനെന്താണ് പറയാനുള്ളത് മെയിൻ ആയിട്ട്? ഞാൻ പറഞ്ഞ പോലെ എന്റെ ചേട്ടന്റെ 2 മക്കളും, ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ 2 മക്കളും എനിക്ക് മക്കൾ തന്നെയാണ്. എന്നെ ഇന്ന് അമ്മയെന്ന് വിളിച്ചു, ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചിരിക്കുകയാണ് കിച്ചു. ഇപ്പം കുട്ടിയല്ല, കുട്ടി വളർന്ന് ഒരു യുവാവായി, 22 വയസ്സ് യുവാവായി. കിച്ചുവിന് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ പേരൻസിനെ ഫേസ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് രേണുസുതി. കാരണം അവരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ മോനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ ആങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ ഒക്കെ ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോഴാണെങ്കിൽ പോലും അതുകൊണ്ടല്ല അവനാണ് രേണുവിൻ്റെ മോൻ അല്ലെങ്കിൽ അവനാണ് ഇങ്ങനെയാണ്, ഇവനും നാണമില്ല, ഇവനൊന്ന് ഉപദേശിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. മീൻസ് പരസ്പരം ഇങ്ങനെ ചില ആൾക്കാരെ ഡിസ്കസ് ചെയ്യും, ഇവനൊന്ന് ഉപദേശിച്ചുകൂടെ. ഇതെല്ലാം അവൻ്റെ ചെവി കേൾക്കുവാണെങ്കിൽ അവൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പിന്നെ കിച്ചുവിനെ പേഴ്സണൽ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് അത്ര വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളുള്ള കുറച്ച് ആൾക്കാർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞേട്ടാ ഓക്കെ നിനക്ക് അവനെ ഇഷ്ടമല്ല, പക്ഷേ അവനൊരു മനുഷ്യനാണ്, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ അവനൊരു ചാൻസ് കൊടുക്കണം. നമ്മുടെ പബ്ലിക്കിൽ വന്നിട്ട് അവനൊരു ചാൻസ് ചോദിക്കുമ്പോൾ ആ ചാൻസ് കൊടുക്കേണ്ട മര്യാദ കാണിക്കണ്ടേ. ഡാനി എത്ര വട്ടം പല വീഡിയോസിനും പല ആൾക്കാരെ സംസാരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഡാനി അത് സപ്പോർട്ട് ചെയ്യുന്നില്ല? ഞാൻ പറഞ്ഞോളെ ഇന്ന കാര്യം ഇന്ന സംഭവമാണ്, അപ്പം ഞാൻ എങ്ങനെ തോന്നുവാടാന്ന് പറഞ്ഞു. എന്നാലും ഓക്കെ നീ അവനൊരു ചാൻസ് കൊടുക്കുക, അപ്പം ഞാൻ ആയിക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന കിച്ചുവിനെ സപ്പോർട്ടെന്നല്ല, കിച്ചുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാതെ ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചത്. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല. കുറേ ആൾക്കാർ ചോദിച്ചു ഡാനി പൈസ മേടിച്ചോ, പിന്നെ ചില ആൾക്കാർ രേണു ഡാനിക്ക് എന്തോ കൊടുത്തിട്ടുണ്ട്, അത് മറ്റേ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ട് പോലുമില്ല, സംസാരിച്ചിട്ടുമില്ല. പിന്നെ അവരുടെ ഫാമിലിയിലുള്ളവരെ ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കണ്ടുള്ള കുറച്ച് ഇത് മാത്രമുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കണം. ഇവരുള്ളവർക്കത് മനസ്സിലാകും. കുറേ ആൾക്കാർ ഇപ്പോഴും അന്തം കുന്തം. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ തന്നെ പബ്ലിക്കായിട്ട് പോയി കമൻറ്റ് ഇടും, അങ്ങനെയാണ് മറ്റാണെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അയ്യോ മോനെ ഞാനങ്ങ് ഇട്ടടാ, പക്ഷെ ഇതായിരുന്നോ കാര്യം? അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ എൻ്റെ കറക്റ്റ് റീസൺ പറയത്തില്ലേ. നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചി ഇതുപോലെ ഭയങ്കര കോമഡിയാണ്. ആ ചേച്ചി ഇതുപോലെ കമൻറ്റ് ഇട്ടു, കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അതേ ഞാൻ ഈ അടുത്ത സമയത്ത് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യങ്ങളെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ശോഭ ജയിക്കുമെന്നും പറഞ്ഞ് അത് ആക്കിയിട്ടാ. അപ്പോഴത്തേക്ക് പുള്ളി അതങ്ങ് വിശ്വസിച്ചു. ഡാനി പാർട്ടി മാറിയല്ലേ, BJP ആണല്ലേ. ഇങ്ങനെ കുറേ ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ് ഒരാൾ തിങ്ക് ചെയ്യുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആ കിച്ചുവിനെ ഒന്ന് നെഗറ്റീവ് പറഞ്ഞപ്പോൾ എന്നെ കുറേ ആൾക്കാർ സൈബർ അറ്റാക്ക് തിയറി വിളിക്കുന്നു, പിന്നെ കുറേ ആൾക്കാർ റിപ്പോർട്ട് അടിക്കണമെന്ന് പറയുന്നു, പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന ലിങ്ക്. ആ ഗ്രൂപ്പിൽ നിന്ന് കുറേ ആൾക്കാർ സ്ക്രീൻഷോട്ട് അയച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് അയച്ചു തരുന്നു, കണ്ടോ ചേട്ടാ എല്ലാവരും ശരിയൊന്നുമല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ പോലും നിങ്ങളെ ചയച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ ആ പടം ഈ ഒരു ഫീൽഡിലാണ് എനിക്ക് വിശ്വാസമുള്ളത്. ഈ പറയുന്ന അതിൽ പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് സെറ്റുണ്ട്, അവരുമായിട്ടേ സംസാരിക്കാറുള്ളൂ. ഞാൻ ആരെങ്കിലും സംസാരിച്ചാൽ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കും. അതുപോലെ എൻ്റെ ശത്രു ആണെങ്കിലും ശരി, എനിക്ക് ശത്രു ആണെങ്കിലും എൻ്റെ ശത്രു ആണെങ്കിലും ഞങ്ങളൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഞാൻ ആ വ്യക്തിയോടും എൻ്റെ പേഴ്സണൽ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ, ഈ ഉള്ളി വെച്ചുകൊണ്ടിരുന്ന് പെരുമാറുന്ന സ്വഭാവമില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞൊക്കെ തീർക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇവരതേ സംസാരിച്ച് ലാഘടിപ്പിക്കുന്നില്ല, ഞാനങ്ങ് വെക്കാം. അവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്. സോ ജോലി എടുത്ത് ജീവിക്കാനുള്ള ഇതും ആയി, അതായത് പ്രായപൂർത്തിയായി ജോലി എടുത്ത്
സമ്പാദിച്ച് ജീവിക്കട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. ഓരോ അമ്മമാർക്കും സന്തോഷമേ ഉള്ളൂ. മക്കൾ ജോലിയൊക്കെ നന്നായിട്ട് ജീവിക്കുക, പ്രൊമോഷൻ ചെയ്ത് നന്നായിട്ട് ജീവിക്കുക. ഞാൻ എന്തായാലും ഒരു രണ്ടാനമ്മയോ ഞാനൊരു മൂന്നാനമ്മയാണ്. കിച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ മൂന്നാനമ്മ, എല്ലാവർക്കും അറിയാം. ചിച്ചു തന്നെ പറയുന്നത് മൂന്നാമത് വന്നമ്മയാണ്. ഇപ്പൊ ഇതൊക്കെ രേണുസുതി നല്ല സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ മൂന്നാമതാണ്, രണ്ടാമതാണ്, ഞാൻ ആദ്യം കല്യാണം കഴിച്ചാണെന്നൊക്കെ. പക്ഷെ നേരത്തെ ഇതൊന്നും രേണുസുതി പറയത്തില്ലായിരുന്നു. 3-4 മാസം വരെ ആദ്യ ഭർത്താവിന്റെ കഥയെക്കുറിച്ച് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ ചർച്ച ചെയ്തതാണ്. 3-4 മാസം പിന്നീടാണ് പുള്ളി പറയുന്നത്. അല്ലെങ്കിൽ അന്ന് അത് സമ്മതിച്ചായിരുന്നെങ്കിൽ, ചില കാര്യങ്ങൾ സമ്മതിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ഇത്ര സൈബർ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ലായിരുന്നു. പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രേണുസുതിക്ക് തന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആൾക്കാർ ട്രോൾ ചെയ്യാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ള ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്കും അവരുടെ ഫാമിലിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സബ്സ്ക്രിപ്ഷൻ 3000 ആയിട്ടുണ്ട്. 3000 ആകുമ്പോൾ എങ്ങനെയായാലും നല്ല എമൗണ്ടും കാര്യങ്ങളും കിട്ടും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഈ രേണുവിനെ പബ്ലിക്കായിട്ട് ഇത്രയും കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും പോയി സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാരോടുണ്ടെങ്കിൽ 1 മാസത്തേക്കാണെങ്കിൽ ഓക്കെ, ഈ ജിപേയിൽ ഓട്ടോമാറ്റിക്കലി പൈസ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെയൊന്നും ചെന്ന് പെടാതിരിക്കുക. കാരണം അടുത്ത മാസം ഓട്ടോമാറ്റിക്കലി അങ്ങ് പിടിക്കും. എന്ത് കാര്യമാണെങ്കിലും എന്താ പറയാ, എനിക്കൊരിക്കലും മക്കളെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടുമില്ല. പിന്നെ ഓരോരുത്തരെ അവന് പ്രായപൂർത്തിയായ കുട്ടിയാണ് അവൻ ചെയ്യട്ടെ. അതിനകത്ത് സുധിച്ചേട്ടൻ മരിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിൽ ഇതുപോലെ ചേച്ചിയുടെ കുടുംബത്തിൽ നിന്ന് അച്ഛനും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി പോയ സമയത്ത് 5-star ഹോട്ടലിൽ ഫുഡ് കഴിച്ചു. എന്റെ പപ്പ സീരിയസ് ആയിട്ട് കിടക്കുവാണ്, വീട്ടിലെല്ലാം മെഡിക്കൽ കോളേജിൽ കിടക്കുവാണ്. ചേച്ചിയുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതെന്നാണ് പപ്പായെ കൊണ്ടുവന്നത്. പപ്പായ്ക്ക് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന പപ്പ എങ്ങനെയാണ് പോകുന്നത്? ആ പോയവര് പള്ളിയിലെ കുറച്ച് പേരും കുറെ ആൽബക്കാരും, എനിക്കറിയില്ല ആരൊക്കെയാണ്, പഴയ ഒരു പള്ളിക്കാരും ആൽബക്കാരുമാണ്. അതിന് ചിലപ്പോൾ അവർക്ക് ആരാണ് സുധിച്ചേട്ടൻ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കണ്ട വിഷയമല്ല. എന്റെ ചേട്ടാത്തിയും ഈ പറഞ്ഞ കിച്ചു ഒക്കെ കാവിലിരിക്കുകയാണ്, അവരൊന്നും കഴിച്ചില്ല. ചിലവാരം എന്റെ ചേട്ടാത്തി മുന്നേ ചേച്ചി കഴിച്ചിട്ട് അതെനിക്ക് ഉറപ്പാണ്. കിച്ചു അതെന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ചേച്ചി ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഇല്ല, ആ ടൈമിലോ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഈ വീഡിയോ ഇറങ്ങുന്നത് 2 ദിവസം മുന്നേ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, എടാ ഒന്ന് ചിരിച്ചേടാന്ന് പറഞ്ഞപ്പോൾ എന്നോട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കലാന്ന് ഞാൻ എടുക്കില്ല. എന്താണെന്ന് എനിക്കതിൽ 2 ദിവസം മുന്നേ ഈ വീഡിയോ ഇറങ്ങിയ പ്രശ്നമാണ്, എനിക്കറിയില്ല. ഇത് ലൈഫ് സ്റ്റോറി അവനെ ആരും കൊണ്ട് ഇടിപ്പിച്ചൊന്നുമല്ല, അവൻ തന്നെ ഇട്ടാണ്. അവന് പറയണമെന്ന് തോന്നി അത് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ആൾക്കാർ മുതലാക്കിയത് അവിടെ ചെന്നിട്ട്. അത് ചിന്തിക്കുന്ന ആൾക്കാർ അവിടെ ചെന്നിട്ട് അത് മുതലാക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. കാരണം അയ്യോ അവൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ വിഷമം വന്നെന്നുള്ള രീതിയിൽ, കാരണം ഓഡിയൻസ് എല്ലാം കൂടെ അവന് സപ്പോർട്ടാവും. അപ്പോൾ നേരെ ട്രാക്ക് പിടിച്ച ചില ആൾക്കാരുണ്ട്, നേരെ അവിടെ പോയി അവനെ കണ്ട് ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് പിന്നെ മോൻ അങ്ങ് പുണ്യാളൻ അവനെ പല ആൾക്കാരുടെയും മുന്നിലാണ്. അതുവരെ അവനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ഓരോ കുറ്റങ്ങളും പറഞ്ഞ ആൾക്കാർ ദേ കിടക്കുന്ന തിരിഞ്ഞു നേരെ രേണുവിനെതിരെ. അത് വേറെ രീതിയിലാണ്. എന്ന് വെച്ചാൽ ഇവള് ചെയ്തു കൂട്ടി തന്നെയാണ് ഇവിടെ അനുഭവിക്കുന്നത് ഈ രേണുസുതി. ഈ രേണുസുതി ചെയ്തു കൂട്ടിയതിൻ്റെ കർമ്മയാണ് അവനിൽ നിന്ന് കിട്ടുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, എല്ലാവരും ഇവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവൻ പുണ്യാളനാവും, പക്ഷേ അവൻ റിയൽ ലൈഫിൽ അത്ര ഫേക്ക് സാധനമാണ്. അത് ഈ യൂട്യൂബേഴ്സിനെ ഇപ്പം അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരോട് പോലും ഞാൻ സംസാരിച്ചപ്പോഴും അവരും അംഗീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് ആർക്കും ധൈര്യമില്ല പബ്ലിക്കിലോട്ട് ഈ കാര്യങ്ങൾ പറയാൻ. എന്തുകൊണ്ട് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല? അതൊരു ചോദ്യമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട്. ഇവിടെ യൂട്യൂബിൽ ഓക്കെ, നമുക്കൊരാളെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പുകഴ്ത്തി അടിക്കുമ്പം എന്താണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, കമൻറ്റ്, വാഴ്ത്തിപ്പാടൽ, ഏണിങ്സ്, പൈസ, അത് ഇത് മറ്റേത് മറിച്ചത്. ഞാൻ ഇതൊന്നും നോക്കത്തില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് എന്നെ എല്ലാവരും കൂടിയിട്ട് കോഴിക്കുത്താടുന്നത്. പറഞ്ഞു മനസ്സിലായോ? അവൻ ഫേക്ക് ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാനൊക്കെ ചെയ്തത്. ഓക്കെ, നമുക്ക് ബാക്കി വെക്കാം. അതുപോലെ തന്നെ ഈ ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാരി കിച്ചനെ പോയി കാണുകയും അവർ തമ്മിലുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും. 2ാമത്തെ ദിവസമാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒക്കെ കൺഫ്യൂഷൻ. അപ്പം മനസ്സിലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയ പോലെ തന്നെ എനിക്ക് പിടികിട്ടി. ഫോട്ടോ ഇടുകയും അതിനുശേഷം ചേച്ചി കിച്ചുവിനെ ട്രാൻസ്ഫർ ചെയ്ത പേയ്മെന്റിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 5,000-7,000 രൂപയൊക്കെ കൊടുത്തൊക്കെ ഞാൻ ഇട്ടിട്ടില്ല. ഈ ഒരു സംഭവം ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 7,000-5,000 ഒക്കെ രൂപ അവന് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ. പിന്നെ ഈ 200, 300, 400 രൂപയൊക്കെ അവൻ സ്പോട്ടിൽ വിളിച്ചിട്ട് പറയുന്ന പൈസയാണ്. 200 വേണം, 300 വേണം, 400 വേണം, എനിക്ക് അവിടെ ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം എന്ന് പറയുമ്പോൾ ഓക്കെ. പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന കാര്യം, ഇവൻ യൂട്യൂബറാണ്, ഇവൻ്റെ കിട്ടുന്ന പൈസ എവിടെ പോകുന്നു? ഇവന് കിട്ടുന്ന പൈസ എവിടെ പോകുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു പൗരയല്ലേ, അഭിമാനത്തോടുകൂടി പറയുന്നത് പക്ഷെ നിന്റെ പാർട്ടി കാണാൻ കേരളത്തിലെ ജനങ്ങൾ മുട്ടിയിരിക്കുകയാണ്. ഉള്ള കാര്യം തുറന്നു പറയാലോ. കാരണം അതുപോലത്തെ അഴിമതി ഭരണം. ഓക്കെ, ആദ്യത്തെ 5 വർഷം പിന്നെ LDF സർക്കാർ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ 5 വർഷം അവർ കാണിച്ച തോന്നിവാസം അതൊരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു മനുഷ്യനും
ചെങ്കുടിക്കാണോ ഔട്ട് ചെയ്തത്? തീർച്ചയായിട്ടും ഔട്ട് ചെയ്തെന്ന് കാണിക്കും. ചുവപ്പ് അഭിവാദികൾ ആ ഇത് കാണിക്കുമോ? ചേച്ചി പറഞ്ഞാൽ ചേച്ചി ചെറുപ്പം തൊട്ടേ പാർട്ടി പ്രവർത്തനങ്ങളിലും എല്ലാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതിനെതിരെ കുറെ ട്രോളുകളും കമന്റുകളിലാണ് തെറികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് നോക്കിയാണത്? എല്ലാവർക്കും എന്തായാലും ഒരു ആൾക്ക് 2 പാർട്ടി ചാടാൻ പറ്റത്തില്ല. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനെ മുതൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എന്താ പറയുക, സുധിച്ചേട്ടനുള്ള സമയത്ത് പോലും പാർട്ടി മീറ്റിംഗ് നടത്താറുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കോട്ടയത്ത് ഫുഡൊക്കെ കൊടുക്കാൻ പോകത്തില്ലേ മെഡിക്കൽ കോളേജിലൊക്കെ, അങ്ങനെയൊക്കെ ഞാൻ അതിന് സന്നദ്ധമായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തി തന്നെയാണ്. അപ്പം നമ്മളെന്തായാലും ആ പാർട്ടിക്ക് നിലനിൽക്കുന്നു, ഞാൻ വോട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഇനി ജയവും തോൽവി ഒക്കെ ജനങ്ങളുടെ കയ്യിലാണ്. എന്തായാലും ജയിച്ചാലും കുഴപ്പമില്ല, എന്തായാലും ഞാൻ എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടോ. തുറന്നു കാണിച്ച മനസ്സ് അല്ല, തുറന്നു പറയാനേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചങ്കൂറ്റം അപാരം തന്നെ. പല നടന്മാരെയൊക്കെ വന്നിട്ട് ഇന്ന് ആര് ഭരിച്ചാൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ രേണുസുതി അത് കാണിച്ച മനസ്സ്. ബാക്കി കൂടെ ഇന്നലെ പോലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിൽക്കുന്ന ഒരു വ്യക്തി പണം കൊടുത്തിട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. പണം കൊടുത്താൽ വിജയിക്കുന്നതാണോ ഈ ഇലക്ഷനും കാര്യങ്ങളിലും? എല്ലാം എന്താ പറയാ, നമ്മുടെ ജനങ്ങളുടെ താല്പര്യം, ജനങ്ങളുടെ ആ ഒരു താല്പര്യം നമ്മൾ കുഞ്ഞിലെ, ഇപ്പൊ ഞാൻ തന്നെ എന്റെ കാര്യം പറഞ്ഞു, നമ്മൾ കുഞ്ഞിലെ മുതൽ ഏത് പാർട്ടിയാണോ നമ്മൾ കണ്ടു വളർന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്താണ് പ്രവർത്തിച്ചത്, അതിലേ നമ്മൾ ചെയ്യുന്നത്. പണം കൊടുത്താൽ മാറുന്ന ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. പാർട്ടിയുടെ കാര്യത്തിൽ പണം കൊടുത്താൽ മാറുമെന്ന് എനിക്കറിയില്ല. ഞാൻ സർക്കാർ പിണറായി വിജയൻ ഒരുപാട് വരുന്നുണ്ട്, അതിനെ ഒരു LDF കാരിയാണ്, ഇത്രയും നാൾ വർക്ക് ചെയ്ത ഒരാളാണ് എന്ന രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല അരി കിട്ടുന്നില്ല റേഷനിൽ. പിണറായി സർക്കാർ നമുക്ക് നല്ല അരി കിട്ടുന്നില്ല. എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ പൊന്ന് രേണുസുതി, അരി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പണ്ട് മുതലേ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ, നല്ല റേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ അല്ല, അത് മാത്രമല്ല, അഴിമതി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അഴിമതി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. അതിനൊരു മാറ്റം വേണം. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് കൈയടിക്കാൻ പറ്റിയൊരു സംഭവമായിരുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നശിച്ചടേ, സത്യം. ഈ പിണറായി സർക്കാരിൻ്റെ ഇടയിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ അമ്പലപ്പുഴയിൽ തന്നെ ഈ സുധാകരൻ പാർട്ടി മാറി, അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. 60 വർഷം പാർട്ടി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി പറയുന്നത് കേൾക്കണം. അതുപോലെ അഴിമതി. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാവാൻ കിടക്കുന്ന വ്യക്തികൾ അവരൊക്കെ. അതൊന്നും പറഞ്ഞാൽ രേണുവിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിന് ബോധം വേണം, വിവരം വേണം. ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു അരി കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും നോക്കുന്നത്, നമ്മളെപ്പോഴും ഓടിച്ചെല്ലുന്ന മെഡിക്കൽ കോളേജിൻ്റെ ബസ്സുമാണ്. അതൊക്കെ ഇപ്പോൾ കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. റോഡുകളാണ്, എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ ഇപ്പം ഹോസ്പിറ്റലും കാര്യങ്ങളും അപ്ഡേറ്റ് ആയെങ്കിൽ പോലും, ഇപ്പം കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ പോലും ഒരു സർജറിക്ക് ഇടയിൽ ഉള്ളിൽ കത്രിക പോയിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അവരതിനെ റയറായിട്ടുള്ള കേസുകൾ ഉണ്ടാവുമല്ലോ. എവിടെയാണ് റയറായിട്ടുള്ള കേസുകൾ ഉണ്ടാവുക? അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെന്ന് തോന്നുന്നു. പരിഹാരങ്ങളൊക്കെ കണക്കായിരുന്നു. ചേച്ചിയുടെ അന്ന് വീണ ജോർജിന്റെ കുറെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് ഇതിലെ യൂത്തും KSC പിള്ളേർ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നതും അത് പിന്നെ വളച്ചൊടിച്ച് പെടലി തല്ലി ഒടിച്ച് എന്തൊക്കെ കഥകൾ മേഞ്ഞിറക്കി. ഇവളെ പോലുള്ളവന്മാരൊക്കെ അവളുമാർക്കൊക്കെ സപ്പോർട്ടാണല്ലോ എന്ന് നോക്കുമ്പോഴാണ് അതിനേക്കാളും സങ്കടം. നമ്മള് ഒരു സർക്കാരിനെ മുഴുവനും ശരിക്കും എനിക്കറിയില്ല, എനിക്കങ്ങനെ അറിയില്ല, ഞാൻ അങ്ങനെ പറയില്ല. എൻ്റെ അഭിപ്രായം വ്യക്തി ഇപ്പോഴേ പറയാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വ്യക്തി പിന്നെ വീണ്ടും ഞാൻ പറയുന്നത്. അതുപോലെ ഇനിയും തുടർഭരണം ഉണ്ടായാൽ, പിണറായി സർക്കാർ ഇനി തുടർഭരണം ഉണ്ടായാൽ ആര് മുഖ്യമന്ത്രി ആകണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? സഖാവ് തന്നെ, പിണറായി സഖാവ് തന്നെ കേരളം മുഖ്യമന്ത്രി ആവട്ടെ. എൻ്റെ എല്ലാ സഖാക്കൾക്കും ഒരുപാട് എന്താ പറയാ ആശംസകൾ നേരുന്നു. അതുപോലെ ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ദുബായിൽ ഉള്ള സമയത്തും അതുപോലെ കിച്ചുവിന്റെ വീഡിയോ വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബാഗായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും 4-5 ബാഗ്. കള്ളക്കടത്തിലൂടെ ഒരു രൂപ എനിക്ക് സമ്പാദിക്കേണ്ട. നമ്മള് ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ആണ് നേരെ ചൊവ്വ മെറ്റയിൽ നിന്നല്ല അവരവിടുത്തെ എടുത്തിട്ട് നമുക്ക് തരുന്ന നമ്മുടെ നിയമത്തിനനുസൃതമായിട്ടുള്ള പൈസയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആണ് കിട്ടുന്നത്, അല്ലേ? അല്ലാതെ കള്ളത്തിലോ എൻ്റെ പൊന്നോ, കള്ളക്കടത്ത് കാര്യം ഓക്കെ. ഈ മെറ്റേത് അത് എൻ്റെ പൊന്നു മോളെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ കയറി നോക്കുമ്പോൾ മനസ്സിലാവും. അതൊരു പ്രൊമോഷൻ ആയിരുന്നു തന്നെ കൂട്ടിക്കോ. രേണുസുതിക്ക് ഒരു പ്രൊമോഷനാണ്, സബ്സ്ക്രിപ്ഷൻ തന്നെ കൂട്ടി നിങ്ങളങ്ങ് ചെയ്യും. പോയി കാണിക്കുന്ന ഓരോ അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് കാണാം. പുണ്യാളത്തി. അപ്പൊ ഞാൻ കള്ളത്തരത്തിൽ ഒരു പൈസയും നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ എനിക്ക് അന്ന് ദേഷ്യം കിടക്കും പറഞ്ഞിട്ട് അവൻ അവിടെ തന്തയാണെന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇപ്പോഴും അങ്ങനെയാണ് പറയാനുള്ളത്. അത് ചെയ്യുന്ന അവിടെ തന്തയും തള്ളയായിരിക്കും, ഞാനല്ല. കള്ളം ഒരു കാര്യം പക്കയാണ്. കടത്തിലൂടെ ഒരു രേണുസുതി എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്ക് ഒരു ദിവസം 3 നേരം പോലെ ടാബ്ലറ്റ് പോലെയാണ് രേണുസുതി കണ്ടന്റ് എടുത്ത് തകർക്കുന്നത്. ഞാനത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക്
എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഇവരുടെ അടുത്ത് ദേഷ്യമാണ്. എനിക്കിപ്പോൾ ഒരു ദേഷ്യമില്ല. കാരണം വെച്ചാൽ അവർ കഴിക്കട്ടെ, അവർ എന്നെ വെച്ചിട്ട് ആഹാരം കഴിക്കട്ടെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർ വാങ്ങിച്ചു കൊടുക്കട്ടെ. രേണുസുതി എന്നുള്ളൊരു കണ്ടന്റ് വിറ്റിട്ട് അവർ വാങ്ങിക്കുന്ന ആഹാരം അവർ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർ സന്തോഷമായിട്ട് കഴിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം രേണുസുതി എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഞാനൊരു കവർ പാല് മേടിച്ച് വീട്ടിൽ കൊടുത്തായിരുന്നു, രേണു ചേച്ചിയെ വിറ്റേൻ്റെ കാശിൻ്റെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല രേണാസുന. എന്തായാലും ഈ ഒരു കോണ്ടന്റ് ഒരാഴ്ച കൊണ്ട് നമുക്ക് തീർക്കാം. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ചേച്ചിയുടെ ഓട്ടും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, ചേച്ചിയുടെ സംസാര രീതികളൊക്കെ. ഞാൻ ഇപ്പോഴും എൻ്റെ വീഡിയോ പറയുന്ന പോലെ രേണുവിനെ ഇഷ്ടമല്ല, ഷഫിയെ ഇഷ്ടമല്ല, മറ്റവനെ ഇഷ്ടമല്ല, മറിച്ചവനെ ഇഷ്ടമല്ല. ഇതൊരു കോണ്ടന്റ് അത്രമാത്രം കണ്ടാൽ മതി. ബൈ ഗൈസ്, ലവ് യു ഓൾ, ബൈ ബൈ.